പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കേണ്ട പദങ്ങൾ, ഉപയോഗിക്കേണ്ട ഭാഷ, ഉപയോഗിക്കേണ്ട പക്വത, ഉപയോഗിക്കേണ്ട എവിടം വരെ ഉപയോഗിക്കാം, ഏതൊക്കെ പറയാം എന്ന രീതിയിലാണ് പറയേണ്ടത്. ഇത് പൊതുമൈതാനത്തെ പ്രസംഗം മാതിരി, തെരുവിലെ രാഷ്ട്രീയ പ്രവർത്തനം മാതിരി, രാഷ്ട്രീയ പ്രസംഗം മാതിരി അല്ല പാർലമെൻറ്റിൽ പ്രസംഗിക്കേണ്ടത്. അതിൻ്റെ ഒരു പക്വത അദ്ദേഹത്തിന് കൈവന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അവാസ്തവമായ ഒത്തൻറ്റിസിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ താങ്കൾ നേരത്തെ യേശുക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞു. യേശുക്രിസ്തുവിന് അഭയമുദ്രയുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ അഭയമുദ്രയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, 5 വിരലും ഉയർത്തിയിട്ടല്ല യേശുക്രിസ്തു നിൽക്കുന്നത്. നിങ്ങൾ വേണം യേശുക്രിസ്തുവിൻ്റെ ആ ചിഹ്നം നോക്കിക്കോളൂ, അതിനകത്ത് കൈപ്പത്തിയില്ല. ആ കൈപ്പത്തിയിൽ 2 3 കൈവിരൽ മാത്രമാണ് ഉയർന്നിരിക്കുന്നത്, ബാക്കി മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല എല്ലാവരുടെയും കൈപ്പത്തിയാണ് ഞങ്ങളുടെ കൈപ്പത്തി എന്ന് പറയുന്നത് ഒരു തരം 3ാം കട രാഷ്ട്രീയ പ്രസംഗമല്ലേ? അത് മതത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതല്ലേ? അത് മതത്തിൻ്റെ പേരിലുള്ള ഭാഷയല്ലേ? ഇത്രയും കാലം മതേതരത്വം പറയുന്ന ആളുകൾ ഈ രീതിയിലാണോ പ്രസംഗിക്കേണ്ടത്? ഇനി അഗ്നിവീരിന്, ഞാൻ നേരത്തെ അഗ്നിവീരിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ 1-2 കാര്യങ്ങളോട് സൂചിപ്പിച്ചോട്ടെ. മിസ്റ്റർ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രതിനിധി അടക്കം, നിങ്ങൾ ഇന്ന് ഹിന്ദു സമൂഹം, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ അക്രമകാരികളാണ് എന്ന് പറയുമ്പോൾ 1987 30% ഉണ്ടായിരുന്ന കാശ്മീരിലെ ഹിന്ദുക്കൾ ഇന്ന് 1%. നിങ്ങൾ എന്നെങ്കിലും ഒരു വാക്കതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? അവരേത് മതത്തിനു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? അവർ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന, ഈ മതരാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി വാദിക്കുന്നവർക്കെതിരായി നിന്നുകൊണ്ട് നിങ്ങളുടെ മതം അക്രമകാരികളുടെ മതമാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന നൗഷദ് അലി, ആ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ആ നൗഷദ് അലിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മതം അക്രമകാരികളുടെ മതമാണ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ കോൺഗ്രസ് വക്താവെ നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇവിടെ അക്രമകാരികളായിട്ട് മതത്തിൻ്റെ പേരിൽ ആളുകളെ കൊന്നൊടുക്കുന്ന ആളുകളില്ലേ? എന്തേ ബാക്കി എല്ലാവരുടെയും കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം മതത്തെ ഒഴിവാക്കി വിട്ടത്? എന്തേ പശ്ചിമ ബംഗാളിൽ ശരീഅത്ത് നിയമത്തിൻ്റെ പേരിൽ നിയമം കൊണ്ടുവരാൻ TMC തീരുമാനിച്ചപ്പോൾ എന്തേ നിങ്ങൾ ഒരക്ഷരം പോലും ഇന്നും പാർലമെൻറ്റിലോ വെളിയിലോ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങൾ കത്വയിലെ ഒരു വിഷയത്തെ, കാശ്മീരിലെ കത്വയിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ വിഷയം നിങ്ങൾ രാജ്യവ്യാപകമായിട്ട് മാധ്യമങ്ങളും കോൺഗ്രസും പ്രചരിപ്പിച്ചില്ലേ? രാജസ്ഥാനിലും ഈ ഇന്ത്യയിലെ ഈ കേരളത്തിലടക്കം എത്രയോ അങ്ങനത്തെ സംഭവങ്ങൾ. എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, പാർലമെന്റിൽ മിണ്ടാതിരിക്കുന്നത്? ഒരു ഭാഗത്ത് ഹിന്ദു വിരുദ്ധരാണെങ്കിൽ, ഹിന്ദുവിനെ കൊല്ലുകയാണെങ്കിൽ, ഹിംസ നടത്തുന്നവരെ നിങ്ങൾ താലോലിക്കുകയും ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ നിരന്തരമായ, ഇത്രയും കാലം രാമൻ അയോധ്യയിൽ ജനിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഇതേ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുമാണ് ഇപ്പം രാമൻ്റെ പേര് പറയുന്നത്. നാളെ ശിവൻ്റെ പേര് പറയാനാണ്, പറഞ്ഞോട്ടെ, എനിക്കതിൽ വിരോധമില്ല. എൻ്റെ പോയിന്റ് സത്യസന്ധമായ കാര്യം പറയണം. വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ ഗാന്ധിജിയുടെയോ നെഹ്റുവിൻ്റെയോ ഇന്ദിരാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പട്ടേലിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഈ വേദിയിൽ ഞാൻ പറഞ്ഞേനെ, ഒരു പ്രതിപക്ഷ നേതാവിനെ 1 മിനിറ്റ് ഞാനിപ്പോൾ തീർക്കാം, ഒരു പ്രതിപക്ഷ നേതാവിനെ 10 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് കിട്ടി എന്ന് ഞാൻ പറഞ്ഞേനെ. അത് ഞാൻ പറയാതിരിക്കാൻ കാരണം ഈ കളവ് പറയുന്നത് കൊണ്ടാണ്. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട് അഭിലാഷെ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഈ പുസ്തകത്തിൽ MSPയുടെ മൊത്തം ഡീറ്റെയിൽ ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃഭൂമി ഒരു ചർച്ച വച്ചാൽ ഞാനത് ആ ചർച്ചയിൽ പങ്കെടുക്കാം. ഇന്ത്യ ചരിത്രത്തിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ MSP ഏറ്റവും കൂടുതൽ കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അതിനെക്കുറിച്ചാണ് കളവ് പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞ് ഞാൻ നിർത്തി. അതുകൊണ്ടാണ് ചൗഹാൻ എഴുന്നേറ്റ് നിന്നത്. അഗ്നിവീറിനെ കുറിച്ച് സംസാരിച്ചു, കളവ് പറഞ്ഞു. അപ്പോഴാണ് രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ് നിന്നത്. സഭാ ചട്ടം ലംഘിച്ച് 349 16 ഭാഗം ലംഘിച്ചപ്പോൾ, 1 മിനിറ്റ് ഞാൻ തീർത്തോട്ടെ, അപ്പോഴാണ് അമിത്ഷാ എഴുന്നേറ്റ് നിന്നത്. ഹിന്ദുക്കൾ മുഴുവനും ഹിംസ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നത്. അല്ലാണ്ട് രാഹുൽ ഗാന്ധിയെ പേടിച്ചിട്ടല്ല. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവണം. ലാസ്റ്റ് പോയിന്റ്, 240 സീറ്റ് കിട്ടി ഇന്ത്യ ഭരിക്കുന്ന ഞങ്ങളെ ജനം തോൽപ്പിച്ചു.
100 സീറ്റ് കഷ്ടിച്ച് കിട്ടിയ കോൺഗ്രസിനെ ജനം ജയിപ്പിച്ചു എന്നൊക്കെ ഒരു പാർലമെന്റിൽ പറയുമ്പോൾ ഒരു അന്തസ് വേണ്ടേ? ശരി, ഓക്കെ, ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം യൂട്യൂബിൽ അവൈലബിൾ ആണ്, മുഴുവനായിട്ട് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. പരസ്പരം നമ്മൾ തർക്കിച്ച് ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഹിന്ദുക്കൾ എല്ലാവരും ഹിംസ ചെയ്യുന്നവരാണോ അല്ലയോ, അങ്ങനെയാണോ രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് ആളുകൾ രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ പ്രസംഗം കേൾക്കട്ടെ. ഞാൻ ആ വിഷയം അവിടെ വിടുന്നു.